ഇതെന്താ ഇവിടെ? ആരാ റൂം തുറക്കാൻ പറഞ്ഞത്? ഞാൻ അടച്ചിട്ടിരുന്നാണല്ലോ. അതെ, ഇത് ഞങ്ങൾ താമസിക്കുന്ന വീടാണ്. ഞാൻ വിചാരിച്ചാലേ ഏത് പൂട്ടിയ റൂമും തുറക്കും. ശരി ശരി ആയിക്കോട്ടെ. ഇപ്പൊ എന്താണാവോ ഇങ്ങനെ വന്നിക്കാൻ കാരണം? സിമ്പിൾ, ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്യാനാ. ഹലോ, ഗുഡ് മോർണിംഗ്. അയ്യേ, രാവിലെ ഒരു തവണ വിഷ് ചെയ്തല്ലേ താഴെ വെച്ച്, പിന്നെന്തിനാ വീണ്ടും വീണ്ടും ഗുഡ് മോർണിംഗ്? അതെന്താ, 2 പ്രാവശ്യത്തിന് കൂടുതൽ ഗുഡ് മോർണിംഗ് പറയാൻ പാടില്ലെന്ന് വല്ല നെയ്മുണ്ടോ ഈ നാട്ടില്? ഇല്ലല്ലോ. 2 പ്രാവശ്യം വല്ല ഗുഡ് മോർണിംഗ് പറഞ്ഞ വല്ല കുറ്റാണ് പോലും. ശരി ശരി, തിരിച്ചും ഗുഡ് മോർണിംഗ്. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഇനി പോയാട്ടെ, എനിക്ക് റെഡി ആവാനുള്ളതാ. അത് ഹായ്, നല്ല മണം. നന്ദന ഏത് സോപ്പാ യൂസ് ചെയ്യുന്നേ? അരവിന്ദ്, നീ 2 തവണ ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോഴേ സോപ്പുമായിട്ട് ഇറങ്ങിയതാണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ നിനക്ക് എന്താ വേണ്ട അത് പറ. ചേടാ, ദേ ഈ എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് പകുതി കല്യാണം പോലെയാ. അത് കഴിഞ്ഞാ പിന്നെ അത്യാവശ്യം റൈറ്റ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞൊന്ന് കൂട്ടാം. റൈറ്റ്സോ എന്ന് പറഞ്ഞ? അവകാശം. എന്താ അവകാശം? എന്തിന് എന്ന് പറഞ്ഞ? എന്ന് പറഞ്ഞാ അതെ, രാവിലെ തന്നെ എനിക്കൊരു മൂഡ് ഔട്ട്. നീ എനിക്കൊരു തരാണെങ്കിൽ. അയ്യടാ, ആ പുതിയ മോനങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. ദേ, അമ്പലത്തിൽ പോകാൻ ആന്റി അങ്കിളൊക്കെ താഴെ വെയിറ്റ് ചെയ്യാം. അമ്പലത്തിലേക്ക് നമുക്ക് പോവാന്നേ. അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് തന്നാ മതി. നന്ദന, അരവിന്ദ് റെഡി ആയില്ലേ ഇതുവരെ? ആന്റി ദേ വരുന്നു. അരവിന്ദ് ഗെറ്റ് ഔട്ട്, പുറത്തിറങ്ങ്, എനിക്ക് റെഡി ആവാനുള്ളതാ. നന്ദന പ്ലീസ്, നന്ദന ഒരെണ്ണം മതി. വേണ്ട. പ്ലീസ് എന്തുവാടി? ഇറങ്ങ്. അമ്മ അറിയില്ല, പ്ലീസ് എന്തുവാടി? നോ, ബൈ. നന്ദന, അരവിന്ദ് റെഡി ആയില്ലേ ഇതുവരെ? ഞാൻ റെഡിയാണ് അമ്മേ. നന്ദന ഇതുവരെ ഒരുങ്ങാത്ത്. വൈകിയ ദീപാരാധന മുടങ്ങും. ഇറങ്ങാൻ പറ അവളോട്. നന്ദന, അരവിന്ദ് റെഡി ആയില്ലേ ഇതുവരെ? ഞാൻ റെഡിയാണ് അമ്മേ. നന്ദന ഇതുവരെ ഒരുങ്ങാത്ത്. വൈകിയ ദീപാരാധന മുടങ്ങും. ഇറങ്ങാൻ പറ അവളോട്. ഈ കുട്ടികളുടെ ഒരു കാര്യവും ശരിയായിട്ട് ചെയ്യാൻ അറിയില്ല. കുട്ടികൾ മാത്രമല്ല, അമ്മമാരും അങ്ങനെയൊക്കെ തന്നെ. ഞാൻ റെഡിയായി കഴിഞ്ഞ ഒരു 25 മിനിറ്റെങ്കിലും കഴിഞ്ഞല്ലേ താൻ റെഡിയാവും. ഇത് നമ്മുടെ നാട്ടിലെ ആണുങ്ങളുടെ തലവിധി, അത്ര തന്നെ. കൃഷ്ണേട്ടൻ അങ്ങനെ പറയരുത്. ഈ നാട്ടിലെ സ്ത്രീകൾ ഇറങ്ങാൻ താമസിക്കുന്നെങ്കിലേ അതിന്റെ കാരണം അവരുടെ വസ്ത്രധാരണ രീതിയാ. നിങ്ങൾക്കൊരു മുണ്ടോ പാന്റോ ഷർട്ടോ ജുബയോ എടുത്തിട്ടുണ്ട് അങ്ങ് ഇറങ്ങാം. എന്നാ ഞങ്ങൾ ഈ സാരി എന്ന് പറയുന്ന ഒരു സാധനം എടുത്ത് ചുറ്റണമെങ്കിലേ കുറേ സമയമെടുക്കും. നിങ്ങൾ അതൊന്ന് ഉടുത്തു നോക്കിയാലേ മനസ്സിലാവൂ. ശരി ശരി, സമ്മതിച്ചു. എന്നാലൊരു കാര്യം ചെയ്യാം. ഇന്നു മുതൽ അഖിലേണ്ടേശ്വരി പാന്റ് ഇട്ടാലോ ഒരു ചേഞ്ചിന്? ഓ, ഞാൻ റെഡി. ഇപ്പൊ തന്നെ ചേഞ്ച് ചെയ്തേക്കാം. വേണ്ട വേണ്ട വേണ്ട, ഞാനൊന്നും പറഞ്ഞില്ലേ. ഇവിടെ നിക്ക്, ഇവിടെ നിക്ക്, ഇവിടെ നിക്ക്. ഇറങ്ങാം.
അയ്യോ, മോനെ, വല്ലതും പറ്റിയോടാ? അരവിന്ദ്. നോക്കിയൊക്കെ വരണ്ടേ? കാല് പോയച്ച കാല് പോയി. വേദനയുണ്ടോ നിനക്ക്? എഴുന്നേക്ക്. മെല്ലെ പതുക്കെ വാ, എണീക്ക് മെല്ലെ എണീക്ക്, പിടിക്ക് മെല്ലെ. കുഴപ്പമില്ല അച്ഛാ. അയ്യോ പതുക്കെ, പതുക്കെ. ആ, ഓ, ഓ, വാ, അവിടെ ഇരി. ആദ്യം നീ ഇവിടേക്ക് ഇരിക്കും. ഓ, നോക്കി. ഓ, അയ്യോ കാല് പോയമ്മേ, കാല് പോയി. കാല് ഊന്നാൻ പറ്റില്ല അമ്മേ, നല്ല പെയിനും ഉണ്ട്. സ്ലിപ്പായപ്പോ ഉളുക്കിയതായിരിക്കും. കുറച്ച് കഴിയുമ്പോ അങ്ങ് മാറും. നീ റെസ്റ്റ് എടുക്ക്. റെസ്റ്റ് ഒക്കെ എടുക്കാം, പക്ഷെ അമ്പലത്തിൽ വരാൻ പറ്റുമെന്ന് തോന്നണില്ല. നിങ്ങള് പോയിട്ട് വന്നാ മതി. ശരി, എങ്കിലും എങ്ങനെ ആകട്ടെ. നീ വേദനയുടെ ഓയിൻമെന്റ് എടുത്തിട്ട് ഞങ്ങൾ പോയിട്ട് വരാം. ആ അതെ, അയ്യോ നന്ദന വാ, നമുക്ക് പോവാം. ഓക്കെ ആന്റി. അമ്മ നന്ദന് കൂടെ വന്നാ പിന്നെ എന്റെ ഇവിടുത്തെ കാര്യം നോക്കാൻ ആരാളേ? ആഹാ, അങ്ങനെ നിന്നെ നോക്കാൻ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നാ പോരെ. സുജാത, സുജാതയാ? മാഡം, ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരുന്നത് വരെ അരവിന്ദിനെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഓയിൻമെന്റ് എടുത്ത് കൊടുക്ക്. കാലിൽ ചെറിയ നീരുണ്ടെന്ന് തോന്നുന്നു. ശരി മാഡം. സുജാത ഒന്നും ശരിയാവില്ല. നന്ദന നിക്കട്ടെ. നന്ദന ഞാൻ പോകുന്നില്ലെങ്കിൽ എനിക്കൊരു സ്വാതന്ത്ര്യവും സഹായമൊക്കെ ആയിരിക്കില്ല. ഏയ്, അതെങ്ങനെയാ? അപ്പൊ എനിക്ക് ദീപാരാധന തൊഴണ്ടേ? എന്നോടൊന്നും പറയിപ്പിക്കണ്ട. നിനക്ക് ഞാനാണോ വലുത് അതോ ദീപാരാധനയാണോ വലുത്? എനിക്കത് പറയണം. എപ്പോ നോക്കിയാലോ എന്ത് പറഞ്ഞാലും. ആ, ശരി ശരി ശരി, വഴക്കൊന്നും വേണ്ട. നന്ദന ഇവിടെ നിൽക്കട്ടെ, ഞങ്ങൾ പോയിട്ട് വരാം. അല്ലാണ്ടി അത് സാരമില്ല നന്ദനെ, നിനക്ക് ഇവനും കൂടെ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. നീ ഇവന്റെ കാല് നോക്കിക്കോ, ഓയിൻമെന്റ് അകത്തിരിപ്പുണ്ട്. വാ. അയ്യോ 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 കാലു വയ്യ. സുജാതേച്ചി വേണി പോയിക്കോ, നന്ദന നോക്കിക്കോളേ. അതെ, നീ എന്നെ ഇങ്ങനെ താങ്ങി പിടിച്ച് ഞാനെന്ന് നീക്കട്ടെ. എന്തിനാ? നീ ഇവിടെ തന്നെ ഇരുന്നാ മതി. ഞാൻ മുറി പോയി ഓയിൻമെന്റ് എടുത്തോണ്ട് വരാം. അത് ശരി, അപ്പൊ ഞാൻ ഈ കാണിച്ച പെർഫോമൻസ് ഒക്കെ വേസ്റ്റ് അല്ലേ? അതെ, നീ ആദ്യമേ അഭിനയിക്കായിരുന്നു എന്ന് എനിക്കറിയായിരുന്നു. ആന്റി അങ്കിളിനെയും പറ്റിച്ച് നീ എന്റെ കോവിലിന് പോക്ക് മുടക്കി. ഇനി ഞാൻ ഇവിടുത്തെ പൂജാമുറി പോയി പ്രാർത്ഥിക്കാൻ പോവാ. എന്താടാ ഇതൊക്കെ? നിങ്ങളുടെ കുട്ടികളെ മാറിയില്ല ഇതുവരെ? ഞങ്ങളുടെ അടുത്ത് ഉമ്മ ബ്രോയുടെ പണി നോക്കി പോയേ. അതെ, നീ വാ, മരം പോലെ വന്നോളൂ. കഷ്ടം. സുജാതേ, എന്താ സാർ? കല്യാണി ഇല്ല ഇവിടെ? ഉണ്ട്. ഒന്ന് വിളിക്ക. ശരി സാർ.
വല്യുഞ്ഞേ, ചേച്ചി ദേ ഇത് നോക്ക്, എങ്ങനെയുണ്ട്? കോൾ അടിച്ചല്ലോ കല്യാണി. സാറ് പൊതിയായിട്ട് വന്ന് അന്വേഷിച്ചപ്പോഴേ എനിക്ക് തോന്നി നിനക്കെന്താ സമ്മാനം തരാനാണെന്ന്. ഏതായാലും രാവിലെ അമ്പലത്തിൽ പോണോന്ന് പറഞ്ഞിട്ട് പോകാതെ നീ ഇവിടെ നിന്നത് നന്നായി. സമ്മാനം നേരിട്ട് വാങ്ങാൻ പറ്റിയില്ലേ? അയ്യോ, ഞാൻ അമ്പലത്തിൽ പോകാൻ ഇറങ്ങായിരുന്നു ചേച്ചി. അപ്പോഴാ വല്യുഞ്ഞ് വിളിക്കുന്നു ചേച്ചി വന്ന് പറഞ്ഞത്. ആ, അതൊരു നല്ല നിമിത്തമായല്ലോ. ഇനി നീ ഈ സാരി ആദ്യമായിട്ട് അമ്പലത്തിൽ തന്നെ ഉടുത്തോണ്ട് പോണം. മലയാളം 1-ാം തീയതിയല്ലേ, ഒരു ഐശ്വര്യമൊക്കെ വരട്ടെ. നിനക്ക് ഈ കളറ് നന്നായിട്ട് ചേരും. ശരി ചേച്ചി. അതെ, സാമ്പാർ അടുപ്പിരിക്കുകയാണേ. ഒരു വിസിലൂടെ കേൾക്കുമ്പോ ഒന്ന് ഇറക്കി വെച്ചേക്കണേ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ശരി. ഓഹോ, അപ്പോ ഈ വീട്ടിൽ വെച്ചും ഇത്തരം ഏർപ്പാടുകൾ തുടങ്ങിയല്ലേ? അതെ ആന്റി, ഒരിക്കലും ആനന്ദിൽ നിന്നും ഞാൻ ഇത് പ്രതീക്ഷിച്ചതല്ല. എന്ന് സത്യം പറയട്ടെ, ഞാൻ പ്രതീക്ഷിച്ചു. മുമ്പൊരിക്കൽ ഇതേപോലെ അവൾക്ക് ആനന്ദ് സാരി ഉരുപ്പടിയൊക്കെ വാങ്ങിച്ചു കൊടുത്തതാ. അന്ന് ഞാനത് കണ്ടുപിടിച്ചപ്പോഴേ അഖിലേച്ചിയുടെ വിവാഹ വാർഷികത്തിന് ഔദ്യോഗികമായി കൊടുത്തതാണെന്ന് സമർത്ഥിച്ചു കളഞ്ഞു അവൻ. ആ, ആണുങ്ങളല്ലേ, ചിലപ്പോ ചെളി കാണുമ്പോ ചവിട്ടയും വെള്ളം കാണുമ്പോ കഴുകി കളയുകയും ചെയ്യും. അത് മുതലാക്കാൻ അവളാണെങ്കിൽ രണ്ടും കൽപ്പിച്ചുള്ള നിൽപ്പ. നോക്ക് പ്രിയങ്കെ, ഇപ്പൊ രഹസ്യമായി പുടവ കൊടുപ്പ് വരെ എത്തിയിരിക്കുക. ഇതിനെ അങ്ങനെ നിസ്സാരമായി കാണാനൊന്നും പാടില്ല. അറിയാം ആന്റി, അതാ ഞാനൊരു ആന്റിയോട് പറഞ്ഞത്. ഇതിപ്പോ അഖിലാന്റിയോട് പറഞ്ഞാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്നിട്ട് എന്ത് പ്രയോജനം? വെറും വേസ്റ്റ്. മകൻ പറയുന്നതേ അഖിലാണ്ടേശ്വരി വിശ്വസിക്കൂ. ആ, ഏതായാലും നീ ഒന്ന് ഓർത്തോ, പഴയ ആനന്ദല്ല ഇന്നത്തെ ആനന്ദ്. കല്യാണിക്ക് വേണ്ടിയാണെങ്കിൽ അവൻ എന്തും ചെയ്യും. സ്വന്തം അമ്മയോട് പോലും അന്നാ ഡെമോ കല്യാണം മറച്ചു വെച്ചത് അവളെ രക്ഷിച്ചു നിർത്താനാ. മുമ്പത് സഹതാപം കൊണ്ടാണെന്ന് പറഞ്ഞാലും ഇപ്പൊ ആ കണ്ണുകളുടെ ഉടമ കല്യാണിയാണെന്ന് അറിയുക കൂടി ചെയ്ത സ്ഥിതിക്ക് എല്ലാം കൂടി ആലോചിക്കുമ്പോ തലയ്ക്ക് ഭ്രാന്താവാണല്ലോ ആന്റി. ആ ഭ്രാന്ത് എന്ന് മാറ്റണം പ്രിയങ്കെ. പഠിച്ച കള്ളിയ അവള്, ആരെയും മയക്കിയെടുക്കാൻ കഴിവുള്ളവൾ. അല്ലെങ്കിൽ തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഡെമോ കല്യാണമോ ഏത് ഡ്യൂപ്ലിക്കേറ്റ് കല്യാണമോ ആവട്ടെ, അവനെ കൊണ്ടവള് കഴുത്തില് താലി കെട്ടിച്ചില്ലേ? ദേ, ഇപ്പൊ രഹസ്യമായി പുടവയും കൊടുത്തിരിക്കുന്നു. ഇത് ഇപ്പോഴെങ്കിലും തടയിട്ടില്ലെങ്കിൽ പിന്നെ പണ്ട് കല്യാണ മണ്ഡപത്തിൽ നിന്നും താലി കെട്ടാൻ ചെറുക്കൻ വരാതെ കല്യാണി കരഞ്ഞു നിലവിളിച്ചിറങ്ങിയതുപോലെ ഇനി നിനക്കും ഇറങ്ങേണ്ടി വരും. ആ അവസ്ഥ വരണോ വേണ്ടയോ എന്ന് നീ വേണം തീരുമാനിക്കാൻ. ഇല്ല ആന്റി, ഞാൻ സമ്മതിക്കില്ല. അങ്ങനൊരവസ്ഥ ഈ പ്രിയങ്കയ്ക്ക് വന്നോ, അന്ന് തൃച്ചംബരത്ത് 2 ശവങ്ങൾ വീഴും. അഖിലാണ്ടേശ്വരിയുടെ പുന്നാരമോൻ ആനന്ദിന്റെയും ആ അടുക്കളക്കാരി കല്യാണിയുടെയും. ഈ പ്രിയങ്ക വർമ്മയുടെ സിരകളിൽ ഓടുന്നത് കൊന്നും കൊല്ലിച്ചും ലക്ഷ്യം നേടിയിട്ടുള്ള ക്ഷത്രിയന്റെ രക്തോ. കടിച്ച വിഷം പാമ്പിനെ കൊണ്ട് തന്നെ തിരിച്ചിറക്കാൻ എനിക്കറിയാം. ആന്റി കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്.
എങ്ങോട്ടാ തമ്പുരാട്ടിയുടെ എഴുന്നള്ളത്ത്? അമ്പലത്തിലേക്ക് പോവാ മാഡം. ഓ, അമ്പലത്തിലേക്കോ? എന്തിനാ? ഭഗവാനെ കൂടി മയക്കിയെടുക്കാനാണോ? അല്ല, കൊള്ളാലോടി. ഇത് പുതിയ സാരിയാ? ഇപ്പൊ വാങ്ങിയതാ? അയ്യോ, ഇത് വാങ്ങാനുള്ള കാശൊന്നും നിന്റെ കയ്യില് കാണില്ല. ഇതാരെങ്കിലും ഗിഫ്റ്റ് തന്നതാകാനാ ചാൻസ്. അവളുടെ മുഖം കാണുമ്പോ തന്നെ അറിയില്ല ആന്റി, ഇത് നേരായ വഴിയിലൂടെ കിട്ടിയതല്ലെന്ന്. ആരോ ദാനം കൊടുത്തതാ, പകരം എന്തെങ്കിലും കിട്ടാൻ. സാരിക്ക് പകരമായിട്ട് നീ എന്താടി കൊടുത്തേ? മാഡം ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. മാഡത്തിന് ഇത് ചേരില്ല. ഓഹോ, അതെ, എനിക്ക് എന്ത് ചേരും ചേരില്ല എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. സത്യം പറഞ്ഞപ്പോ നിനക്ക് പൊള്ളുന്നു അല്ലേ? നിനക്ക് കാണിക്കാം, ഞാൻ പറയുന്നതാ കുറ്റം. എന്നാലേ ഞാൻ കണ്ടു നിനക്ക് ഈ സാരി എങ്ങനെയാ കിട്ടിയതെന്ന്. ഇത് നീ ധരിക്കാൻ പാടില്ല. ഇപ്പൊ ഊരണേത് ഊരടി. മാഡം മാഡം എന്താ ഈ കാണിക്കണേ? ഊരാൻ. ദേ, മര്യാദക്ക് ഊരടി. വിട്. ദേ, ഈ സാരിയോടെ നിന്നെ കത്തിക്കാ വേണ്ടത്. നീ എന്താ ആരും ഒന്നും അറിയില്ല എന്ന് കരുതിയോ? ഇനി 4-5 ദിവസങ്ങളേ ഉള്ളൂ ആനന്ദ് പ്രിയങ്കയുടെ കഴുത്തിൽ മിന്നു കെട്ടാൻ. അതിനിടയിലെ ഒരു പുടവ വാങ്ങലും. ഡി, ഊരിടി സാരി. പ്രിയങ്ക, പിടിക്ക്. അവിടെ നിക്കടി. എടി, നിക്കടി അവിടെ. എന്നോട് കല്യാണി നിക്കാൻ. അവിടെ നിക്കടി. എടി, നിക്കടി അവിടെ. എന്നോട് പ്രിയങ്ക, എന്താ ഇത്? നീ എന്തിനാ ഇവളെ ഉപദ്രവിക്കുന്നേ? ഉപദ്രവിക്കും ആന്റി, ഉപദ്രവിക്കും. ഇവിടെ ഉടുത്തിരിക്കുന്ന ഈ സാരി ആനന്ദ് കൊടുത്തതാ. എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആനന്ദ് ഇതുവരെ എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങി തന്നിട്ടില്ല. വെറുമൊരു വേലക്കാരിക്ക് വാങ്ങി കൊടുത്തിരിക്കുന്നു. ആന്റി പറയ, ഞാനത് സഹിച്ചോണ്ട് നിക്കണോ? ശരിയാ, ഏത് പെണ്ണാ ചേച്ചി അത് സഹിക്കുക? പ്രിയങ്കയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവളും ഒരു പെണ്ണാ. ഇവിടെ കല്യാണം ആകുമ്പോ എല്ലാ സ്റ്റാഫുകൾക്കും ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നത് പതിവാണല്ലോ. ഇതിലെന്താ ഇപ്പൊ എത്ര പുതുമ? നിങ്ങൾ വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കരുത്. എന്താ അമ്മേ? ആനന്ദ്, നീ കല്യാണിക്ക് മാത്രമായിട്ട് ഇപ്പൊ സ്പെഷ്യലായിട്ടൊരു സാരി എടുത്തു കൊടുത്തോ? എന്താ അതിനുള്ള കാരണം?